ആത്മാവേ ആത്മാവേ റുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ റുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും റുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു സന്ദേശമാണ് നാവിനെ ശ്രദ്ധിക്കാനുള്ള സന്ദേശം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നാവിൻ്റെ ദുരുപയോഗത്തെപ്പറ്റി വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. സംസാരത്തിൽ തെറ്റുപറ്റാത്ത ഏവനും പൂർണ്ണനാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റുപറ്റുന്ന ഒരു മേഖലയാണ് നമ്മുടെ സംസാരം. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ എന്നാണ് പൗലോസ് ശ്ലീഹ നമ്മോട് പറയുക. ഈ സംസാരത്തിലൂടെ, ഈ നാവിൻ്റെ ദുരുപയോഗത്തിലൂടെ എത്രയോ കൃപയാണ്, അനുഗ്രഹമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് പത്രോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. അത് ഏത് മേഖലയിലുള്ളവരായിക്കോട്ടെ, ഇപ്പോൾ വൈദികരായിക്കോട്ടെ, സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അൽമായരായിക്കോട്ടെ, അൽമായ ശുശ്രൂഷകരായിക്കോട്ടെ, നാവിനെ വേണ്ടവിധം ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ കൃപകൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഒത്തിരിയേറെ ദുരിതങ്ങൾ വരുത്തിവെക്കുന്ന അവസ്ഥകൾ പലപ്പോഴും പല കൗൺസിലിംഗ് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് തന്നെ ഏറ്റുപറയുന്ന ഒരു തിരുവചനം വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 10-ാം തിരുവചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഏറ്റുപറയുന്നു: ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തന്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തന്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, തിന്മയിൽ നിന്ന് നാവിനെ നീ നിയന്ത്രിക്കുക, വ്യാജം പറയുന്നതിൻ്റെ അധരത്തെ നീ ശ്രദ്ധിക്കുക. കാരണം അത് വലിയ ദുരിതങ്ങൾ വരുത്തിവെക്കും. അങ്ങനെ പറഞ്ഞാലെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുക. നമുക്കറിയാം നാവിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം ബൈബിളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് ആദിമ സഭയിൽ കടന്നു വരിക ഈ നാവുകളുടെ രൂപത്തിലാണ്. നമുക്കറിയാം പാതുവായിലെ വിശുദ്ധ അന്തോണിസിൻ്റെ നാവ് ഇതുവരെ അഴിയാതിരിക്കുകയാണ്. വിശുദ്ധ അന്തോണിസിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ നാവിൻ്റെ തിരുശേഷിപ്പിരിക്കുകയാണ്. അവിടെ എഴുതി വച്ചിരിക്കുകയാണ്: ദൈവത്തെ സ്തുതിക്കാനും ദൈവവചനം പറയാനും മാത്രം ഉപയോഗിച്ച നാവേ. ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. വിശുദ്ധ അന്തോണിസിൻ്റെ നാവ് ഇനിയും അഴിയാതിരിക്കുന്നു. നമ്മുടെ നാവ് ഇപ്പം നമ്മൾ ജീവിച്ച് ഇരിക്കുമ്പോൾ തന്നെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഇതാണ്: നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന മോശമായ സംസാരം, റഫായ സംസാരം, റൂഡായ സംസാരം, ദേഷ്യപ്പെട്ടുള്ള സംസാരം, അങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സംസാരങ്ങളും ശൈലികളും അത് ഉപേക്ഷിക്കാൻ കർത്താവ് നമ്മോട് പറയുകയാണ്. നാവിൻ്റെ ദുരുപയോഗം. അതുകൊണ്ട് തന്നെ ഏതാനും വചനങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് അങ്ങോട്ട് ഏറ്റുപറഞ്ഞ് നമ്മൾ സ്തുതിക്കാൻ പോവുകയാണ്. നാവിൻ്റെ കെട്ടൊക്കെ അഴിയട്ടെ. നാവുകൊണ്ട് ചെയ്യുന്ന, നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാവുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളുടെ ആ തിന്മ അല്ലെങ്കിൽ ആ കെട്ട് നമ്മെ വിട്ടുപോകുമെന്നാണ് പറയുക. നമ്മളിപ്പോൾ ഏറ്റുപറയുന്ന വചനം എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാം തിരുവചനം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുന്നു: നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകുന്ന വിധം നല്ല കാര്യങ്ങൾ
സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. വലത് പറഞ്ഞേ ഹല്ലേലൂയ. ഇരു കരമത്തി പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലാണ് ശക്തമായ രീതിയിൽ നാവിൻ്റെ ദുരുപയോഗത്തെ പറ്റി നമ്മൾ വായിക്കുക. ആ അധ്യായത്തിൽ 2 മുതൽ 9 വരെയുള്ള തിരുവചനം നമുക്ക് എല്ലാവർക്കും ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായി നമുക്കൊന്ന് സ്തുതിക്കാം. എല്ലാവരും ഏറ്റുപറയാം. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തന്റെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൽ ഇടുമ്പോൾ അതിന്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്. എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്. അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴുപ്പിക്കുന്നു. എല്ലാതരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട്. ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എന്റെ സഹോദരരെ ഇത് ഉചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? ഇരു കരങ്ങളിൽ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയായെന്ന് സ്തുതിച്ചേൻ. നാവിന്റെ ദുരുപയോഗം വിട്ടുപോട്ടെ. ഈ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്. ജീവിതത്തെ സ്നേഹിക്കുന്നവരെല്ലാം നാവിനെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ദിവസങ്ങൾ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ചൂടായി സംസാരിക്കുന്ന ശൈലി വിട്ടുപോട്ടെ. റഫായ സംസാരം, സെക്ഷുവലായ സംസാരം, അഗ്ലിയായ സംസാരം, ദൈവത്തിന് നിരക്കാത്ത സംസാരങ്ങള്, ആത്മീയ വളർച്ച വരാത്ത സംസാരങ്ങള് നമ്മുടെ നാവിൽ നിന്ന് വായിൽ നിന്ന് മാറിപ്പോട്ടെ. നാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
നാവിന്റെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ സമർപ്പിക്കുന്നു. ഈ നാവുകളുടെ പോലെ പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മുടെ മേൽ വന്നു നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലുലിയ അലുലിയ 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 സ്വർഗത്തോളം കരം ഉയർത്തി എല്ലാവരും സ്തുതിക്കുക. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കട്ടെ. ഹാലുലിയ അലുലിയ അലുലിയ അലുലിയ. മറ്റുള്ളവരെ എപ്പോഴും വിമർശിക്കുന്ന സ്വഭാവം, വിഭാഗീയ ചിന്തകളെല്ലാം മാറിപ്പോട്ടെ. വിളിച്ചേ 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ യേശുവേ യേശുവേ. ശക്തിയോടെ കരങ്ങളടിച്ച് മറ്റുള്ളവരുടെ ആത്മീയ ഉത്കർഷത്തിന് ഉതകുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സ്തുതിച്ച് പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എൻ്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. സ്തുതിച്ച് പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ശക്തിയായി സ്തുതിച്ചോ, വിശ്വാസത്തോടെ ഹാലുലിയ അലുലിയ ഹലുലിയ പറയുക. നാവിന് വിട്ടുകൊടുത്ത് ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുക. ഭാഷാവരം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവെ, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, അമലന്മാർ, മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശദീകരിക്കണേ, രൂപാന്തരപ്പെടുന്നേ, തിരത്തത്താ കഴുകണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാര, ഗൂഢോത്രം, ദൃഷ്ടിദോഷം, പൈശാചികം, പിടല ബാധകള് ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് ദൂരെ ഇടണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വസദന ദൈവത്തിന്റെ ചതിയാ രക്ഷനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമന്റെ ചതിയുടെ മധ്യസ്ഥാനം ഗബ്രിയമാനയുടെ ശക്തമായ സാധ്യത സംരക്ഷിത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്തുവിലും ഭക്ഷണവും കടന്നത് മാനസിക ശാരീരിക ആത്മീയമായുള്ള മാനുഷികമോ പ്രാപഞ്ചമോ പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10, ലുക്ക 4:2, മർക്കോസ് 16:5, ഉദ്ദീപന 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്രൻ വചന ശക്തിയ സകലവിധ പ്രകൃതിക്ഷമ ഇടിവിന് ഇടിവിട്ട നാശനഷ്ടങ്ങള് ഉറപ്പ് ഉദ്ദേശം വാസി വൈരാഗം തർക്കം കലഹങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികള് ജടിക ദ്രവാസ് ഗോപാസ് ഭക്ഷണാസക്തി സ്വയംഭോഗം സ്വർഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാര അസൂയ അലസ മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പനാസം യാത്രാടസ്സം പഠനാസം കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരികം ബാഹ്യേന്ദ്രം ചെറുതൊഴിൽ രോഗപീഠകള് അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ വചനം വായിക്കാൻ ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങൾ വരദാനം കിട്ടാൻ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്ധികളുടെ ആക്രമണങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിന്റെ പിന്നിപ്രത്യേക പൈശാചിക അരിപ്പി അന്ധശക്തി സാത്താൻ ശക്തി ദുഷ്ടശക്തികളെ ശാസിക്കുന്നു. യേശുനാഥ് ബന്ധിക്കുന്നു, യേശുനാഥ് ബഹിഷ്കരിക്കുന്നു, ഈശോയെ കുറിച്ച് ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവേശമെന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. ഹാലുലിയ അലുലിയ 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 ശക്തമായ കരങ്ങളുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ചേ. വിളിച്ചേ 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ യേശുവേ യേശുവേ. ശക്തിയോടെ കരങ്ങളടിച്ച് ശബ്ദത്തിൽ കരങ്ങളടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് അഭിഷേകം നിറയട്ടെ. വചനം വായിക്കാനുള്ള തടസ്സമാകട്ടെ, സ്തുതിക്കാനുള്ള തടസ്സമാകട്ടെ. ദൈവസന്നിധി നീ നിലവിളിക്ക്, നിന്നെ കരുണയോടെ ദൈവം വാരിപ്പുണരും. ദൈവസന്നിധി നീ നിലവിളിക്ക്, നിന്നെ കരുണയോടെ ദൈവം വാരിപ്പുണരും. ആഹാ എൻ്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. സ്തുതിച്ച് പാട് നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. ആഹാ എൻ്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ.
ആഹാ എൻ്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നാവിനെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ, സംസാരത്തെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ. കള്ളം പറയുന്ന സ്വഭാവം മാറിപ്പോട്ടെ, കുറ്റം പറയുന്ന സ്വഭാവം മാറിപ്പോട്ടെ, വെറുപെറുപ്പ് വെറുപെറുപ്പ് രഹസ്യം പറച്ചിന് മാറിപ്പോട്ടെ. ആത്മാവെ ഏറ്റെടുക്കണമേ. ശബഹാല ബാല ബാല. എല്ലാവരും സ്തുതിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുക. ശബഹാല ബാല ബാല ബാല. ശബല തമ ബതല സബ ബബ സല ഹാല ബാല ബാല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ശക്തമായി സ്തുതിച്ച് ഭാഷകളുള്ള ഭാഷാവധി സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാ വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളും സമൂഹത്തൊന്നും സ്തുതിച്ച് രോഗപീഠങ്ങളെ സ്തുതിച്ച് ശബലത ബബ ബബ ബബ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാലെന്നും നിറഞ്ഞിടട്ടെ. സ്വസ്ഥാന്തിരുന്നുകൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാന്തത്തിലേക്ക് നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിച്ചേൻ. ആരാരെയും ശ്രദ്ധിക്കേണ്ടതില്ല. നാവിനെ വിട്ടുകൊടുത്ത് സ്തുതിക്കുക. ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അറിയ 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 അറിയ. യേശുവേ നന്ദി 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 നന്ദി. ജനിച്ച് അധികം നാളാവാത്ത തൂക്കക്കുറവുള്ള ഒരു പെൺകുഞ്ഞിനെ കർത്താവ് ഈ സമയം സ്പർശിച്ച് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. എപ്പോഴും ഛർദ്ദിക്കുന്ന അവസ്ഥയുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് കാണിക്കുന്നു. ഒരു തുറന്ന കുമ്പസാരം നടത്തിയ നിനക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന് ആ ഛർദ്ദിക്കുന്ന പെൺകുട്ടിക്ക് കർത്താവ് സന്ദേശം തരുന്നു. പഴുതാര ശല്യത്തിൽ നിന്നും ഒരു ഭവനത്തിന് വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ക്ഷുദ്രജീവികളുടെ ശല്യങ്ങളുള്ള കുടുംബങ്ങൾ പ്രാർത്ഥിച്ചോ കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ചെറിയാൻ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ചെറിയാൻ ഈ പേര് ഈശോ തരുന്നു. ആന്റണി എന്ന വ്യക്തിയുടെ മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. വേരിക്കോസ് വെയിൻ മൂലം ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു വ്യക്തിയുടെ പാർക്കിൻസൺസ് രോഗാവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ഒരു വ്യക്തിയുടെ വിസാ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. റൂബി എന്ന മകളുടെ ജോയിന്റ് പെയിൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹിയറിംഗ് എയ്ഡ് വെച്ചിരിക്കുന്ന ബാബു എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ബ്ലഡിൽ പ്ലേറ്റ്ലേറ്റ് കുറവുള്ള ഒരു മകൾക്ക് ആ മേഖലയിൽ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കൾ പ്രാർത്ഥിക്കുക. പഠന മേഖലയിൽ കർത്താവ് ഒത്തിരി മക്കളെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഒരു മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. ജെറിൻ എന്ന മകന്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. റോബിൻ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മുഖത്ത് നിറയെ മുഖക്കുരു ആയതിനാൽ വിഷമിക്കുന്ന മകളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അഞ്ചു എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു ടാപ്പിംഗ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോട് ഒത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. വായിൽ നിന്നും നാക്കിൽ നിന്നുമൊക്കെ തൊലി പോകുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി ഒരാളെ അനുഗ്രഹിക്കുന്നു. ലിജി എന്ന മകളുടെ പീരീഡ് സംബന്ധമായ അസ്വസ്ഥത കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. മൂത്രത്തിൽ കല്ല് ശക്തമായ വയറുവേദന കർത്താവ് സൗഖ്യം നൽകി ഒരു മകനെ അനുഗ്രഹിക്കുന്നുണ്ട്. ത്രേസ്യ എന്ന മകളുടെ ഇയർ ബാലൻസ് കർത്താവ് സൗഖ്യം നൽകി ആ മേഖല സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴുമൊക്കെ തൊണ്ടയിൽ അതിശക്തമായ വേദനയുള്ള ഒരു ക്യാൻസർ രോഗിയോട് എത്രയും വേഗം ഒരു തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം തരുന്നു. ഒരു തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കുക. ഉദരത്തിലെ കുഞ്ഞ് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ കഴിയുന്ന ഒരു മകളോട് പേടിക്കേണ്ട എന്ന് കർത്താവ് സന്ദേശം തരുന്നു. ബ്ലഡ് കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിസ്മയ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അധ്യാപികയായ അനു എന്ന സഹോദരിയോട് ആകുലത വേണ്ട എന്ന് കർത്താവ് സന്ദേശം നൽകുന്നു. ഒരു സ്റ്റുഡിയോ നടത്തുന്ന കടബാധിതയിലായിരിക്കുന്ന ഒരു സഹോദരന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. പരിശുദ്ധ അമ്മയോടെ ജപമാല ധാരാളം ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. കുറെ ധ്യാനങ്ങളും ക്ലാസ്സുകളും കേൾക്കുന്ന തകർച്ചയിലൂടെ കടന്നു പോകുന്ന വീട്ടിലൊരു സമാധാനം ഇല്ലാത്ത ഒരു കുടുംബാന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയോട് ധാരാളം വചനം വായിക്കാൻ ഈശോ പറയുന്നു. വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. കണ്ണിൽ എപ്പോഴും പീള കിട്ടുന്ന അവസ്ഥയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ജോലി മേഖലയിൽ അസ്വസ്ഥത ബുദ്ധിമുട്ടുള്ള മക്കളെ കർത്താവ് കാണിക്കുകയാണ്. ആ മക്കളോട് വിശുദ്ധ കുർബാന മുടങ്ങാതെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ നിന്റെ ജോലി മേഖലയിൽ അസ്വസ്ഥത കർത്താവ് മാറ്റുമെന്ന് ഈശോ സന്ദേശം തരുന്നു. ഷൂസ് ധരിക്കുമ്പോൾ അലർജിയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. CT സ്കാനിന് പോകാനായിട്ട് ഒരുങ്ങുന്ന ഒരു സഹോദരിയോട് ആകുലത വേണ്ട എന്ന് കർത്താവ് സന്ദേശം തരുന്നു. പല പ്രാവശ്യവും OET എക്സാം എഴുതി പാസ്സാവാത്ത ഒരാളോട് ഒരു തുറന്ന കുമ്പസാരം നടത്തി പാപം ഉപേക്ഷിച്ച് കർത്താവിന് ചേർന്ന് നിൽക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കും. ടീന എന്ന പേരുള്ള ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ബിനുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജെയ്സനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്.
എബിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മേരി എന്ന മകളുടെ ഭർത്താവ് ഭയങ്കര ദേഷ്യക്കാരനും സംസാരത്തിലൂടെ ഒത്തിരി പേരെ വേദനിപ്പിക്കുന്ന ആളാണ്. ആ ഭർത്താവിൻ്റെ ഭാര്യ മേരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശാന്ത എന്ന പേരുള്ളൊരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ബ്ലഡിലെ കൗണ്ട് വേരിയേഷൻ വരുന്ന ഒരാൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഉത്തിരിയം ധരിക്കാത്ത മക്കളെ കാണിക്കുന്നു, പ്രത്യേകിച്ച് കുട്ടികളെ കാണിക്കുകയാണ്. കുട്ടികളുടെ പലരുടെയും കഴുത്തിൽ ഉത്തിരിയം ഇല്ല എന്ന് ഈശോ കാണിക്കുന്നു. മാതാവ് അവരോട് പറയുകയാണ്, കുട്ടികളുടെ കഴുത്തിലേക്ക് ഒത്തിരി ഇട്ട് കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സന്ദേശം തരികയാണ്. മറവി രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. മറവി രോഗം പെട്ടെന്ന് മറന്നു പോകുന്ന അവസ്ഥ കർത്താവ് ഒരാൾക്ക് ആ മേഖലയിൽ വിടുതൽ നൽകി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മട്ടാഞ്ചേരി ഭാഗത്ത് നിന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. കാല് മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി അലർജിയുള്ള ഇരിക്കാനോ നടക്കാനോ സാധിക്കാത്തൊരു സഹോദരനെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. പൂർവികർക്ക് വേണ്ടി കുർബാന ചൊല്ലിച്ച് പ്രാർത്ഥിക്കാൻ സന്ദേശം നൽകുന്നു. കരം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സോഫിയ കെ ഡേസൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഞങ്ങളുടെ നഴ്സിംഗ് സ്കൂളിൽ BMS കരാഞ്ചിറയിൽ എൽറുഹയുടെ ഒരു ധ്യാനം നടന്നിരുന്നു. അന്ന് കിട്ടിയ രോഗസൗഖ്യങ്ങളുടെ സാക്ഷിയാണ് പറയുന്നത്. ആദ്യം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. 5 വലുതും പിന്നെ ചെറിയ ഫൈബ്രോയിഡ്സ് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് 7-8 വർഷമായിട്ട് അമ്മ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക്. അതിന് ഭയങ്കര ബ്ലീഡിങ് അതുപോലെ പെയിനൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ ജോലിക്ക് പോയി വരുമ്പോഴൊക്കെ ഭയങ്കര ക്ഷീണമായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ HB നോക്കിയപ്പോൾ HB എപ്പോഴും ഭയങ്കര ലോ ആയിരുന്നു. 7 താഴെയൊക്കെ പോയിരുന്നു. അയൺ ടാബ്ലറ്റ്സ് എടുത്തു, അത് അലർജി ആയിരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനും അലർജി ആയി തുടങ്ങി. അങ്ങനെയാണ് പല ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ടു. സർജറി പറഞ്ഞെങ്കിൽ 3 സിസേറിയൻ കഴിഞ്ഞതാണ് അമ്മയുടെ. 3ാമത്തെ നല്ല കോംപ്ലിക്കേഷൻ ആയിരുന്നു, സിസേറിയൻ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഒക്കെ ആയിട്ട്. അപ്പോൾ പല ഡോക്ടേഴ്സും പറഞ്ഞു ഇനിയൊരു സർജറി അത് ഇത്ര വർഷം കഴിഞ്ഞ കാരണം ഭയങ്കര റിസ്ക് ആയിരിക്കും, ചെയ്യില്ല എന്ന് പറഞ്ഞു. അവസാനമായിട്ടാണ് ഒരു സിസ്റ്ററായിട്ടുള്ളൊരു ഡോക്ടർ ചെയ്യാമെന്ന് പറഞ്ഞ് നവംബറിൽ സർജറി ചെയ്യാമെന്നുള്ള ഇതിൽ സ്കാനിങ് ചെയ്തെല്ലാം ഇതായിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഒക്ടോബറിൽ ധ്യാനം വന്നത്. അപ്പോൾ ധ്യാനത്തിൻ്റെ ടൈമിൽ നന്നായി ശക്തമായി പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ റാഫേൽ അച്ഛൻ സ്തുതിപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഒരു അമ്മയുടെ യൂട്രസിൻ്റെ സർജറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു ബീഡിങ് തന്നെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇനി നമുക്ക് സർജറി ഒഴിവാക്കാൻ പറ്റുള്ളൂ. കാരണം ബ്ലീഡിങ് നിൽക്കുകയാണെങ്കിൽ ഫൈബ്രോയിഡ്സ് തന്നെ പിന്നെ പതിയെ ചുരുങ്ങി പോവും. പക്ഷെ അത്ര നാളായിട്ട് നിന്നിരുന്നില്ല. ധ്യാനം കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ ബ്ലീഡിങ് നിന്നു, പെയിൻ നിന്നു. ഇതുവരെ പിന്നെ അതിന് ശേഷം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുപോലെ എനിക്ക് കിട്ടിയൊരു അനുഭവം, എനിക്ക് ആ വർഷം 2023 ഒരു മെയ് ആ ഒരു സമയം തുടങ്ങി എനിക്ക് ഫാറ്റ് ഇൻടോളറൻസ് ആയിരുന്നു. അതായത് അത്ര നാളെ എനിക്ക് ഒരു ഫുഡിന് അലർജി ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയം തുടങ്ങി എനിക്ക് ബീഫ്, ഇറച്ചി, മീൻ, മുട്ട അങ്ങനെ എന്ത് സാധനം, അതുപോലെ ബിരിയാണി, ഫാറ്റ് അടങ്ങി എന്ത് ഫുഡ് കഴിച്ചാലും ഭയങ്കര ഛർദി, വയറുവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. 3-4 ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ട്രിപ്പൊക്കെ ഇട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. ആ സമയത്ത് ഞാൻ വെയിറ്റും വല്ലാതെ കുറഞ്ഞായിരുന്നു. 46 എന്നുള്ളത് 38 വരെ എത്തിയായിരുന്നു, കുറഞ്ഞ്. അപ്പോൾ ഒരു ഫാറ്റുള്ള ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെഡിസിൻ കഴിക്കണമായിരുന്നു. ടാബ്ലറ്റ് എടുത്തതിന് ശേഷം മാത്രമേ ഫാറ്റി ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഇതിൽ ഞാൻ മെഡിസിൻ കണ്ടിന്യൂ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ധ്യാനം വരുന്നത്. അപ്പോൾ കൗൺസിലിങ്ങിൽ ബ്രദർ എന്നോട് ചോദിച്ചു, നിനക്ക് ഉദരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അലർജിയാണ് എന്ത് ഫാറ്റി ഫുഡ് കഴിച്ചാലും എന്ന് പറഞ്ഞു. ബ്രദർ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു ഗ്ലാസ് ഹന്ന വെള്ളവും കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് പ്രയർ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ പറയണമെന്ന്. പ്രയർ തുടങ്ങി ഒരു 2 മിനിറ്റ് ആവുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു എനിക്ക് വാഷ്റൂം പോകാൻ തോന്നുന്നു പറഞ്ഞു. പോയി തിരിച്ചു വന്നു. അതിനുശേഷം ധ്യാനത്തിന് ശേഷം ഞാൻ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാറിയെന്ന്. അതിനുശേഷം ഇതുവരെ എനിക്ക് ഒരു ഫുഡിനും ഇതുവരെ അലർജി ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊരു അതിശക്തമായൊരു സാക്ഷിയാണ് നമ്മളിപ്പോൾ കേട്ടത്. നഴ്സിംഗ് കോളേജിൽ നടന്ന ഈ ധ്യാനത്തിൽ ആ കൊച്ചുമോള് തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. സ്തുതിപ്പിൻ്റെ സമയത്ത് അച്ഛൻ വിളിച്ച് പറയുകയാണ്, ഒരു മകൾ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇന്നൊരു രോഗാവസ്ഥ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. ആ മകളുടെ പ്രാർത്ഥന ഈശോ കേട്ട് വലിയ രോഗശാന്തി കർത്താവ് അമ്മയ്ക്കും കൊടുക്കുന്നു. മകളുടെയും രോഗം മാറ്റി കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയാം. സ്നേഹമുള്ളവരെ, ഇത് സ്തുതിക്കുന്ന സമയത്ത് ആ മകൾ പറഞ്ഞു കേട്ടല്ലോ, സ്തുതിപ്പിൻ്റെ സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ രോഗാവസ്ഥകളൊക്കെ സമർപ്പിച്ച് നമ്മൾ സ്തുതിക്കുക, നമ്മുടെ ആവശ്യങ്ങളൊക്കെ സമർപ്പിച്ച് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സ്തുതിപ്പിന് വലിയ വിലയുണ്ട്. അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ശക്തമായിട്ട് ഇടപെടും. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ ജീവിതത്തിലും ഇടപെടും. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വാസത്തോടെ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ശിരിരിരിരിരിരിരിരി ശിരിരിരിരിരിരിരി ശിയാര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 ിയാ
ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരി